ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഒരു മലയാള സിനിമ കണ്ടു കേട്ടോ. ആ സിനിമയിലെ കഥ കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. ഇങ്ങനെയും ഒരു സിനിമ എടുക്കണോ മലയാള സിനിമ? എത്രയോ നല്ല സിനിമകൾ മലയാള സിനിമയിൽ എടുത്തിരുന്നു അല്ലേ? കഥ ഞാൻ പറഞ്ഞുതരാം. 33 വയസ്സുള്ള സ്ത്രീ 23 വയസ്സായ പയ്യനെ കല്യാണം കഴിക്കുന്നതാണ് കഥ മുന്നോട്ട് പോയി. അതായത് ഫേസ്ബുക്കിലൂടെയാണ് ഇവർ പ്രണയിച്ചതെങ്കിലും കല്യാണം രജിസ്ട്രേഷൻ ചെയ്യാൻ പോണ സമയത്ത് ഇവർക്ക് വയസ്സറിഞ്ഞു. അപ്പോഴെങ്കിലും ഈ കഥാനായികയ്ക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ കഥ എഴുതുന്ന ആൾ വിട്ടില്ലല്ലോ. പുള്ളി എങ്ങനെയാണ് കൊണ്ടുപോയത് കഥ ഞാൻ പറഞ്ഞുതരാം. രണ്ടാളും അവിടുന്ന് കല്യാണം കഴിച്ചു. പക്ഷേ അവളുടെ വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ടേ ഇല്ല. അപ്പോൾ ഭാര്യയുടെ വീട്ടിലാണ് നേരെ പോകുന്നത്. അവർ ആദ്യം അംഗീകരിച്ചില്ലെങ്കിലും പിന്നെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ പോയി മനസ്സോടെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാരണം ഇവനറിയാം എൻ്റെ ഭാര്യയ്ക്ക് 10 വയസ്സ് കൂടുതലാണ്. അതുപോലെ ഭാര്യയ്ക്ക് അറിയാം എൻ്റെ ഭർത്താവിന് 10 വയസ്സ് കുറവാണെന്ന്. ഇവരൊരുപാട് പൊരുത്തപ്പെടാതെയൊക്കെ മുന്നോട്ട് പോയി. അവസാനം ഒരു 3/4 ഭാഗമാകുമ്പോഴേക്കും ഒരു ഡൈവേഴ്സ് നോട്ടീസ് ഭാര്യ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ഈ 33-കാരി. അപ്പോൾ ഞാൻ വിചാരിച്ചു, സിനിമ കുഴപ്പമില്ല, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ അവസാനിക്കേണ്ടത്. കാരണം ഇത്രയും വയസ്സിന് വ്യത്യാസം ഉണ്ടായിട്ട് കല്യാണം കഴിച്ചിട്ട് ഒരിക്കലും ഇവർ മുന്നോട്ട് പോകാൻ പാടില്ല. എന്നാൽ എനിക്ക് തെറ്റി. കഥയുടെ അവസാനം ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ടാണ് ആ കഥ അവസാനിപ്പിച്ചത്. എന്തായാലും ഈ സിനിമ എടുത്ത ആൾക്കാർ ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സിനിമ എടുക്കുന്നത്? അല്ലെങ്കിലേ നാട്ടിൽ പ്രശ്നങ്ങൾ ഒരുപാടാണ്, അറിയാമല്ലോ എല്ലാവർക്കും. ഇപ്പോൾ 30, 35, 45, 50, 60 വയസ്സുള്ള സ്ത്രീകൾക്ക് 15 മുതൽ 20 വയസ്സ് വരെയുള്ള ആൺപിള്ളേരെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമില്ലേ? അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടി ഒരു സിനിമ എടുത്താലോ? അത് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി എനിക്ക്. അതിനെക്കൊണ്ടാണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല. കേരളത്തിലെ ആൾക്കാർ മുഴുക്കെ കാണേണ്ട സിനിമയല്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്ലീസ് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാതിരിക്കുക, നമ്മുടെ നാടിൻ്റെ നല്ലതിന് വേണ്ടി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.